ഈ മുസഹഫ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയും സമഗ്രമാണ് എന്ന് വരുമ്പോൾ അത് എത്രമാത്രം ആശയ വൈപുല്യമുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കണം. അത് കണ്ടെത്തണമെങ്കിൽ കുറച്ചൊരറിവൊന്നും പോരാ. ഹദീസ് പഠിക്കാൻ വേണ്ടി ലോകം ചുറ്റി നടന്ന മഹാന്മാര്, ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളുടെ ചരിത്രം നോക്കൂ നിങ്ങൾ, അല്ലെ? ഇപ്പൊ ചില ആൾക്കാർക്ക് തോന്നും സാങ്കേതിക വിദ്യ കൂടുതലാണല്ലോ എന്ന്. സാങ്കേതിക വിദ്യ കൂടുതലായതുകൊണ്ട് മനുഷ്യൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബുദ്ധിപരമായി പിറകോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയല്ലോ, കാൽക്കുലേറ്റർ വന്നതോടുകൂടി നമ്മളോട് കണക്ക് ചോദിച്ചാൽ എന്താക്കണം? നെക്കി കൂട്ടണം. അതിന്റെ കാൽക്കുലേറ്റർ വരുന്നതിന്റെ മുമ്പ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത പ്രായമുള്ള ആൾക്കാരോട് കണക്ക് ചോദിച്ചു നോക്കൂ, നിങ്ങൾ മനക്കണക്ക് പറഞ്ഞു തരും. ഈ സാങ്കേതിക വിദ്യ വരുമ്പോ എന്താക്കാണ്? മനുഷ്യന്റെ കഴിവ് കുറെ കുറയാണ്. അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ കിതാബുൽ ഇഹ്യയിൽ പറഞ്ഞൊരു സംഭവം. അതെന്താ? ആധുനിക വൈദ്യശാസ്ത്രം വളരെ പുരോഗതിപ്പെട്ട കാലാണ്, വളരെ പുരോഗതിയിലുള്ളത്. മനുഷ്യന്റെ വയറിന്റെ ഉള്ളില് എന്തെങ്കിലും ഒരു അബദ്ധമുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന ഒരു സംവിധാനം നിലവിലുണ്ട്. എല്ലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്റേയിലൂടെ കണ്ടെത്താൻ പറ്റുന്ന സംവിധാനം അല്ലേ? ഇതൊക്കെ ഉള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ സംവിധാനത്തിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ മനുഷ്യന്റെ കഴിവ് മനുഷ്യന്റെ കഴിവ് ഇപ്പൊ താഴോട്ട് പോയിരിക്കുകയാണ്. വിവര സാങ്കേതിക വിദ്യകളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോ നമ്മൾ താഴോട്ട് പോവുക. അതെന്താ കാരണം? ഇന്നൊരു ഡോക്ടർക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് കുഴപ്പമുണ്ടെന്ന് പറയണമെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് കാണണം, എക്സ്റേ കാണണം. അപ്പോഴാണ് അയാൾക്കത് പറയാൻ പറ്റുക. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. അതാണ് ഗസാലി ഇമാം ഈ പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്. എന്താ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാ, ഒരു ഡോക്ടറെ സമീപിച്ചു. രണ്ടാള്, ഭാര്യയും ഭർത്താവുമാണ്. ഡോക്ടറോട് പറഞ്ഞു, ഗസാലി ഇമാം ചരിത്രം പറയണമെങ്കിൽ ഗസാലി ഇമാമിന്റെ കാലത്തോ അതിന്റെ മുമ്പോ ഉള്ള സംഭവമാണല്ലോ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹിജറ 505 വഫാത്തായ മഹാനാണ്. ആ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാ, ഇത് ഒരു ഡോക്ടറെ സമീപിച്ചു ദമ്പതിമാർ. എന്താ പ്രശ്നം എന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് കുറെ കൊല്ലായി, മക്കളില്ല. അപ്പൊ ഡോക്ടർ എന്താക്കി? പെണ്ണിന്റെ കൈ പിടിച്ച് പരിശോധിച്ചു, നാടി പിടിച്ച് പരിശോധിക്കുക. അപ്പൊ സ്കാൻ ചെയ്യല്ല, ഈ നാഡിയുടെ മിടിപ്പിലൂടെ ആ പെണ്ണിന്റെ രോഗം മനസ്സിലാക്കിയെടുക്കണം. അത് മനസ്സിലാക്കാൻ ആ ഡോക്ടർക്ക് കഴിയുന്നുവെങ്കിൽ ആധുനിക ഡോക്ടറെക്കാളും കേമൻ ആ ഡോക്ടർ തന്നെയാണ്, സംശയമല്ല. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യര് പിന്നോട്ടും സാങ്കേതിക വിദ്യ മുന്നോട്ടുമാണ്. പണ്ട് കാലങ്ങളിൽ സാങ്കേതിക വിദ്യ പിന്നോട്ടായതുകൊണ്ട് മനുഷ്യര് മുന്നോട്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്. ഈ ഡോക്ടർ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ മരുന്ന് പിടിച്ചിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്താ? അല്ല, നിങ്ങൾക്ക് മക്കളില്ലാത്ത പ്രശ്നമല്ലേ, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ നിങ്ങളുടെ നാഡീമിടിപ്പ് പരിശോധിച്ചതില്ലെന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്കാകെ 40 ദിവസത്തെ ആയുഷേ ഉള്ളൂ എന്നാണ്. പിന്നെ നിങ്ങൾ എന്തിനാ വെറുതെ ഇതിനൊക്കെ മരുന്ന് പിടിക്കാൻ നിൽക്കണത്? 40 ദിവസം കൊണ്ട് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് സാധ്യമല്ലല്ലോ. അത് നിങ്ങൾ ഇനി അതിനെപ്പറ്റി ആലോചിക്കണ്ടെന്നു. സുബ്ഹാനല്ലാഹ്. നോക്കിങ്ങള്, നാഡീമിടിപ്പ് പരിശോധിച്ചിട്ട് ഡോക്ടർ പറയാണ് 40 ദിവസം കൂടി ആയുസുള്ളൂ എന്ന്. എങ്ങനെ ഉണ്ടാവും? അപ്പൊ ബേജാറ് തുടങ്ങിയല്ലോ. പഠിച്ചോനെ, കല്യാണം നിശ്ചയിച്ച പെണ്ണ് കല്യാണത്തിന്റെ രാവ് എണ്ണിക്കാത്തിരിക്കുന്നത് പോലെ മരണം നിശ്ചയിച്ച പെണ്ണ് മരണത്തിന്റെ 40-ാം നാള് എണ്ണിക്കാത്തിരിക്കുകയാണ്. മനസ്സിലായോ? ആ പെണ്ണിന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയിരിക്കും? പെണ്ണിന്റെ ജീവിതം തന്നെ മാറി. മുഴുവൻ സമ്പത്തും സദഖ ചെയ്തു. അങ്ങനെ ജീവിതം തന്നെ അങ്ങ് മാറി. പരലോകത്തിന് വേണ്ടി, മരിക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ്. ദിവസം എണ്ണി മരണത്തിന്റെ ദിവസം നാളെയാണ്, 39-ാമത്തെ ദിവസം. നാളെ നേരം വെളുത്താൽ കല്യാണമാണെന്ന് പറയുന്നത് പോലെ നാളെ നേരം വെളുത്താൽ പെണ്ണിന് മരിക്കാനുള്ള ദിവസമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെണ്ണിങ്ങനെ ആ ദിവസത്തെ ഓർത്ത് കഴിയുന്ന, മരണത്തെ വരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭം. നിങ്ങൾ നോക്ക്, 40-ാമത്തെ ദിവസം സാധാരണ പോലെ കടന്നു വന്നു. പക്ഷേ 40-ാമത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചപ്പോഴും പെണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അന്ന് പെണ്ണ് യാതൊരു കുഴപ്പമില്ല. പിറ്റേന്നും പെണ്ണ് ജീവിച്ചിരിപ്പന്നെ. അപ്പൊ സംശയമായി, എന്താ ഈ ഡോക്ടർ പറഞ്ഞത്? നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഡോക്ടർ എന്താ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ.
നേരെ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് ചെന്നപ്പോ അയാള് പറഞ്ഞു, നിങ്ങളെ നാഡി പിടിച്ച് പരിശോധിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഗർഭിണിയാകാൻ നിങ്ങൾക്ക് തടസ്സമുള്ളത് നിങ്ങളുടെ ഗർഭാശയ മുഖത്ത് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടിയതാണ്. കണ്ടോ, നിങ്ങളുടെ ഗർഭാശയ മുഖത്ത് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഗർഭിണിയാകാൻ സാധിക്കാത്തത്. അപ്പോ കൊളസ്ട്രോൾ പോണം. അതിലെന്താ ചെയ്യാ? അതിന് ഏറ്റവും നല്ലൊരു പണി പേടിക്കല. പേടിച്ചാ മതി. ബേജാറാണ്ട് കൂടുമ്പോ ഉരുകിണ്ട് പോവും. അപ്പൊ ഞാൻ നിങ്ങൾ 40ാമത്തെ ദിവസം മരിക്കും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആകെ അങ്ങോട്ട് പേടിച്ച് ബേജാറായി, കൊളസ്ട്രോൾ ഒക്കെ ഉരുകിണ്ട് പോയി. ഇനിയിപ്പൊ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തായിക്കോളൂ, ഇനി പോയി ജീവിച്ചോളൂ, മക്കൾ ഉണ്ടായിക്കോളൂ എന്ന് പറഞ്ഞു പോണ. നോക്കൂ നിങ്ങൾ, അന്നത്തെ വിദ്യയാണത്. ഇന്നത്തെ വിദ്യ എന്താ? ചെന്നാ പറയും, നോക്ക്, നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വരി, കഴിഞ്ഞു. നാടി പിടിച്ചാലോ ഞരമ്പ് പിടിച്ചാലോ ആർക്കേ മനസ്സിലാറുണ്ടോ? അപ്പൊ സാങ്കേതിക വിദ്യ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ പിന്നോട്ടാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ പിന്നോട്ടാണ്. നിങ്ങൾ നോക്ക്, ഇതുപോലെ അന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നു? അന്നത്തെ കാലത്തെ ഓർമ്മശക്തി ചില്ലറയാണോ? അന്നത്തെ കാലത്തെ ഓർമ്മശക്തി ഒരിക്കലും എന്തല്ല, ചില്ലറയല്ല. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ അന്നത്തെ ആലിമീങ്ങൾ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യാനാ. ഓല് പഠിക്കാൻ പോയത് അതാണ്. ഖുർആനും സുന്നത്തും പഠിക്കാൻ പോയി. ഇമാമന ഷാഫി റളിയല്ലാഹു അൻഹു 10ാമത്തെ വയസ്സിലാണ് ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മുവത്ത എന്ന ഹദീസ് സമാഹാരം കാണാതെ പഠിക്കുന്നത്. 10ാമത്തെ വയസ്സിൽ നമ്മൾ ആലോചിക്കണം, നമ്മൾ കോട്ടി കളിച്ച് നടക്കണ പ്രായത്തില്. മാത്രല്ല ഇറാഖിലും ഫലസ്തീനിലും ഒക്കെ ചുറ്റിക്കറങ്ങി ഷാഫി ഇമാമ് വലിയ ഹദീസ് ശേഖരം തന്റെ മനസ്സിൽ ശേഖരിച്ചു. എന്നിട്ടോ 14 വയസ്സ് പൂർത്തിയായപ്പോഴേക്ക് ലോകത്ത്, ഇസ്ലാമിക ലോകത്ത് എന്ത് സംശയം ചോദിച്ചാലും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിന് വ്യക്തമായി മറുപടി പറയാൻ പറ്റിയ അവസ്ഥയിലേക്ക് ഉയർന്ന മഹാനാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ ഷാഫി ഇമാമിന്റെ ചില കാഴ്ചപ്പാടുകൾ, അവിടുത്തെ ചില വീക്ഷണങ്ങൾ കാണുമ്പോ നമ്മുടെ നാട്ടിലെ അല്പജ്ഞാനികളായ ചില ആളുകൾ അത് ഷാഫി ഇമാമിന് തെറ്റുപറ്റിയതാണ് എന്ന് പറയുന്നതിന്റെ അത്ഭുതം എത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറച്ച് ആളുകൾ എവിടെയെങ്കിലും കൂടി രൂപപ്പെടുത്തിയ പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിനോ ബദലായ ഒരു സംവിധാനമല്ല. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് അതിന് പ്രായോഗികമായ ഒരു വഴി ഒരുക്കി തരികയായിരുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രയത്നത്തിലൂടെ അവർ സാധിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷാഫിഈ ഇമാമിന്റെ മദ്ഹബ് സ്വീകരിച്ച ആളുകളാണ്. ഷാഫി മദ്ഹബ് പഠിച്ചാൽ നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം. അല്ലാതെ ഖുർആനും സുന്നത്തും എന്ന് വേറെയും ഷാഫി ഇമാമിന്റെ മദ്ഹബ് ഒന്ന് വേറെയല്ല. ഖുർആനും സുന്നത്തുമാണ് ഇമാം ഷാഫി നമുക്ക് പറഞ്ഞിരുന്നത്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം അത് ഷാഫി ഇമാമ് നമുക്ക് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിക്കേണ്ടവൻ ചിലപ്പോൾ സുപ്രീം കോടതിയാണ് അനുസരിക്കുക. എന്താ കാര്യം? സുപ്രീം കോടതിയാണ് ഭരണഘടന വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പോ ഭരണഘടനയാണോ അനുസരിക്കണത്, സുപ്രീം കോടതിയാണോ അനുസരിക്കണത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമല്ല. സുപ്രീം കോടതിയുടെ വ്യാഖ്യാനം സ്വീകരിക്കുന്നതിലൂടെ ആ മനുഷ്യൻ അംഗീകരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇതുപോലെ ഷാഫി ഇമാമിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും സ്വീകരിക്കുന്നതിലൂടെ നാം സ്വീകരിക്കുന്നത് പരിശുദ്ധ ഖുർആനിനെയാണ്. കാരണം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ സ്വന്തം വകയായി ഒന്നും പറഞ്ഞിട്ടില്ല. തെളിവില്ലാത്ത ഒന്നും, പ്രമാണമില്ലാത്ത ഒന്നും ഷാഫി ഇമാമ് പറഞ്ഞിട്ടില്ല. ഷാഫി ഇമാം എന്നല്ല ഒരു മുജ്തഹിദി ആയ ഇമാമും പറഞ്ഞിട്ടില്ല. അപ്പോ അവരെല്ലാം പറഞ്ഞത് പ്രമാണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ്, പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്, പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ്. അതിന് വിരുദ്ധമായി പറയുന്ന ഒരാളും ഇമാമാകാൻ പറ്റില്ല. ലോകം, ഇസ്ലാമിക ലോകം അവരെ സ്വീകരിക്കുകയില്ല. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ ചെറിയ ബുദ്ധി മതി. ഇൻഷാ അല്ലാഹ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അനുസരിച്ചുള്ള ഫിഖ്ഹായ നമ്മുടെ ഷാഫിഈ ഫിഖ്ഹാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും അതിന്റെ നിയമങ്ങളെ വിശദമായി പ്രതിപാദിക്കുന്ന ആ ഷാഫി ഫിഖ്, അത് നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധമായ നമ്മുടെ നാട്ടുകാരനായ ജൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാൽ രചിക്കപ്പെട്ട ഫത്ഹുൽ മൊഈനാണ് നമുക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഗ്രന്ഥം. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ സമയം പോലെ അതിന്റെ ക്ലാസ്സുകൾ എടുക്കണം.
എന്ന് ആഗ്രഹിക്കുന്നു. ഇതിപ്പോ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് നെറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും മറ്റുമൊക്കെ ചിലപ്പോൾ അതിനൊക്കെ തടസ്സം നിന്നേക്കാം. പക്ഷെ പരമാവധി നമ്മളെല്ലാവരും അത് നമ്മുടെ ഔദ്യോഗികമായ ഈ ക്ലാസ് റൂമിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തണം. അതിന് എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുക. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ വിജ്ഞാനദാഹത്തിന് വലിയൊരു പരിഹാരമായി ഒരുപാട് ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ക്ലാസുകൾ ഇതിലൂടെ നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ ആലിമീങ്ങൾക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മുടെ സയ്യിദന്മാർക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക്, ഓരോ യൂണിറ്റുകളിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഓരോ മേഖലകളിലും ഇസ്ലാമിന്റെ ദഅവാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സർവ്വ പ്രവർത്തകർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലവും രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു സമാധാനത്തിന്റെ റാഹത്തിന്റെ പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളൊന്നും ചോദിച്ചാൽ ഞാൻ അതിനൊന്നും മറുപടി പറയില്ല. കാരണം അതിനൊന്നും എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങള് ഞാൻ ഇന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ച് എപ്പോഴും ചോദ്യം അങ്ങനെ ആക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ വിഷയങ്ങളും ചോദിക്കാൻ പറ്റിയ ഒരു നമ്മളെ വാട്സപ്പ് ചോദ്യ സംവിധാനം, പിന്നെ വാട്സപ്പിലൂടെ ചോദിച്ചുകൊണ്ട് അതിന് മറുപടി കണ്ടെത്താൻ പറ്റിയ ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് മീഡിയ മിഷനിൽ ഉണ്ടാകും. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാ ചോദ്യങ്ങളും അതിലൂടെ ചോദിക്കാം. അതിന് പറ്റിയ ഉസ്താദുമാര് ഇൻഷാ അല്ലാഹ് അതിന് മറുപടിയും പറയും. അതുപോലെ ഈ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഫിഖ്ഹ് ക്ലാസ്സിലൊക്കെ ചോദിക്കേണ്ടത് അപ്പൊ പറഞ്ഞ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത്തരം ചോദ്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് അല്പസമയം, ഇവിടെ മഗ്‌രിബിന്റെ സമയമായി തുടങ്ങി, എന്നാൽ ഒരു 10-20 മിനിറ്റ് ഉണ്ടാവും. ആ സമയം അതിന് ഉപയോഗപ്പെടുത്താം. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله تعالى وبركاته. جزاك الله خير الجزاء يا أستاذ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ നമ്മുടെ ഇസ്ലാമിക് മീഡിയ മിഷനിലെ ഫിഖ്ഹിയായ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ പ്രതിപാദിച്ച് ഓരോ ജനങ്ങൾക്കും കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഓരോ വിഷയങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അബ്രാജ് മൈക്കെടുത്തിലൊന്നും സൗണ്ട് കേട്ടില്ലല്ലോ. എന്താ അബ്രാജ് സ്റ്റീരിയംസിലാണോ അല്ല സൗണ്ട് ക്ലിയർ ആവാത്തതാണോ? ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആൾക്കാർ റൈസ് ഹാൻഡ് ചെയ്തു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ ഖൈർ ചെയ്യുമാറാകട്ടെ. ഉസ്താദുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. മീഡിയ മിഷൻ റൂം ഓപ്പൺ ആയി കേൾക്കുന്നുണ്ടോ? ഓക്കെ. മീഡിയ മിഷൻ റൂം ഓപ്പൺ ആയതിനു ശേഷം ആദ്യമായിട്ടാണ് ഞാൻ റൂമിൽ വരുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മിഅ്റാജ് നോമ്പാണല്ലോ. ഇവിടെ വ്യാപകമായിട്ട് വഹാബി ആളുകൾ പ്രചരിപ്പിക്കുന്നത് റജബില്, അതായത് പിന്നെ റജബ് 27-നാണ് മിഅ്റാജ് എന്നതിന് വ്യക്തമായി തെളിവുകളൊന്നുമില്ല എന്നും, അങ്ങനെ ഒരു നോമ്പ് പ്രവാചകൻ നോറ്റ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ അവരെ പള്ളികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ട് അവർ പ്രചരിപ്പിക്കുന്നത്. അതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം എന്താണെന്ന് തന്നാൽ നന്നായിരിക്കും. ഞാൻ മൈക്ക് റിസീവ് ചെയ്യുന്ന സ്ഥലമാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും കുറെ കാലത്തിന് ശേഷം കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ
മെഹറാജിന്റെ നോമ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയകളിലും മറ്റൊക്കെ പുത്തൻവാദികൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പൊ പറഞ്ഞത്. രണ്ട് കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, റജബ് 27-നാണ് ഇസ്രാ മിഅ്റാജ് നടന്നത് എന്നതിന് വ്യക്തമായ തെളിവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു നോമ്പെടുത്ത് മാതൃക കാണിച്ചു തന്നിട്ടില്ല. രണ്ട് കാര്യങ്ങളാ അപ്പൊ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഇസ്രാ മിഅ്റാജ് നടന്നത് റജബ് 27-നാണെന്ന് തെളിവില്ല എന്ന് പറഞ്ഞല്ലോ. ഈ പറയുന്ന ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് തെളിവില്ല എന്ന് പറഞ്ഞോല. അഥവാ ഒരു തെളിവില്ല എന്ന് പറയാ എപ്പോഴാണ് എന്ന് പരിശോധിച്ചാൽ അവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതെന്താ? അത് പറയല് ഒരു ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിമീങ്ങൾ അന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തെളിവില്ല എന്ന് പറയാൻ വളരെ എളുപ്പാ. മനസ്സിലായോ? റസൂലുള്ള ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12-ആണ് എന്നതിനെ പോലും എന്താക്കി തള്ളി പറയുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. സത്യത്തിൽ റജബ് 27-നാണ് അത് നടന്നത് എന്ന് ധാരാളം പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിൽ പോലും അങ്ങനെ പറയുന്നുണ്ട്. നിസ്കാരം ഫർളായത് എന്ന ആ ചർച്ചയിൽ അത് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു നോമ്പെടുത്ത് എന്ന് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് അടിസ്ഥാന നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് നയിക്കുന്ന ഒരു വിഷയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലൂടെ വരുമ്പോ അത് നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാല് അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴെങ്കിലും വാങ്ങൊടുത്തണോ? ഇല്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ അതിന് നമുക്ക് മാതൃക കാണിച്ച് എങ്ങനെ വാങ്ങ് കൊടുക്കണം എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വാങ്ങ് വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി അതിനെ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മാതൃക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചെയ്ത് കാണിച്ചതിൽ മാത്രമല്ലല്ലോ മാതൃക എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇപ്പോ രണ്ട് കാരണങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാം. ഞാൻ ഇന്നലെ രാത്രി അത് പറഞ്ഞിരുന്നു. മഗ്‌രിബിന്റെ സമയം അടുത്തോണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ നമുക്കിതിൽ മനസ്സിലാക്കാം. ഒന്ന്, റജബ് 27-ന് അന്നത്തെ നോമ്പിനെ കുറിച്ച് ഹദീസിൽ എന്ത് പറയുന്നു? അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പറയുന്നുണ്ട്. അത് തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞിട്ടാ നിങ്ങള്? ഒരു വർഷത്തിൽ 19 ആദരണീയ ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാ. 19 ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് അതിൽ പറയാണ്, അതിൽപ്പെട്ട ഒരു ദിവസമാണ് റജബ് 27-ന്റെ അന്ന്. റജബ് 27-ന്റെ അന്ന് ആരെങ്കിലും നോമ്പെടുത്താൽ അയാൾക്ക് 60 മാസത്തെ നോമ്പുണ്ടാകും, അതിന്റെ പുണ്യമുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുന്ന ഒരു ഹദീസ് ഇതിന്റെ കൂടെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ കാര്യം പറയുന്നത്. മനസ്സിലായോ? പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചല്ലോ. ആ 3 ദിവസം എന്നും ആകാം. പക്ഷെ ഏറ്റവും നല്ലത് അയ്യാമുൽ ബീദിലോ അയ്യാമു സൂദിലോ ആണ്. അയ്യാമുൽ ബീദ് എന്ന് പറഞ്ഞാൽ 13, 14, 15 എല്ലാ മാസത്തിന്റെയും. അയ്യാമു സൂദ് എന്ന് പറഞ്ഞാൽ അത് 27, 28, 29 ആണെന്നും അല്ല 28, 29, 30 ആണെന്നും രണ്ടഭിപ്രായം ഉണ്ട്. ഈ രണ്ടഭിപ്രായം പറഞ്ഞതിന്റെ ശേഷം ഇബ്നു റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ പറഞ്ഞു, അതുകൊണ്ട് സൂക്ഷ്മത 27-ന് നോമ്പെടുക്കലാണ്. മനസ്സിലായോ? 27-ന് നോമ്പെടുക്കലാണ്. അപ്പോ 27-ന്റെ നോമ്പ് സാധാരണ അയ്യാമുസൂദിന്റെ നോമ്പുകളുടെ പരിധിയിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ അന്ന് റജബ് 27-ന്റെ നോമ്പിന് ഇത്രയും വലിയ പുണ്യമുണ്ടെന്ന് പറയുന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത് കാണുകയും ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടിനെയും പരിഗണിച്ചുകൊണ്ട് റജബ് മാസത്തില് അയ്യാമുസൂദിന്റെ ആദ്യത്തെ ദിവസം ഒരാൾ നോമ്പെടുക്കുന്നതല്ലേ ബുദ്ധി, അതന്നല്ലേ നല്ലത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്.
പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഒരു വിഷയം സ്ഥിരപ്പെടുത്താൻ വേണ്ടി എന്താക്കല്ല, ഒരു പുതിയ വിഷയം സ്ഥിരപ്പെടുത്തല്ല ഇവിടെ ചെയ്യുന്നത്. അയ്യാമുസൂദിന്റെ നോമ്പ് സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ടതോടുകൂടി അതുകൊണ്ട് തന്നെ 27 നോമ്പ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. പിന്നെ റജബ് 27 ഇങ്ങനെ ഒരു പുണ്യമുണ്ടെന്ന് വിശദീകരിക്കുന്ന വേറൊരു ഹദീസും കൂടി ഉണ്ടാകുമ്പോ ആ ഹദീസിനെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസികൾ ആ ദിവസത്തിന് ഒന്നുകൂടി സാധാരണ മറ്റു മാസങ്ങളിലില്ലാത്ത പ്രത്യേകത കാണുന്നു എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനാരും എതിർക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഈ വിഷയം ചുരുക്കി പറഞ്ഞു. യാനത്ത് നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ ഹാഷിയത്തുൽ ജമൽ കാണാം. യുസന്നു സൗമ യോമിൽ മിഅ്റാജി, മിഅ്റാജിന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ്. അത് പറഞ്ഞാൽ തന്നെ മതി വിശ്വാസികൾക്ക്. മനസ്സിലായോ? മിഅ്റാജിന്റെ അന്ന് നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് കണ്ടാൽ അത് മതി. അപ്പോ ഇവിടെ അയ്യാമുസൂദും മിഅ്റാജിന്റെ ദിവസം കൂടി ഒന്നിച്ചു വന്നതാണ്. ആ ദിവസം നോമ്പെടുത്താൽ 60 മാസത്തെ നോമ്പിന്റെ പുണ്യമുണ്ടെന്ന ഹദീസ് നബി ഗസാലി ഇമാം തന്റെ ഹിയയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് കൂടി നമ്മൾ പരിഗണിക്കുന്നു. അതേ സമയത്ത് ആ ഹദീസ് കൊണ്ട് പുതിയൊരു നോമ്പ് ഉണ്ടാക്കുകയല്ല. പിന്നെന്താ, അയ്യാമുസൂദിന്റെ പരിധിയിൽപ്പെട്ടതായതുകൊണ്ട് ആ നോമ്പ് വേറെ ദലീല് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ്. അതിന് ഇങ്ങനൊരു ഹദീസ് കൂടി ഉള്ളത് കൊണ്ട് അതിന് നമ്മൾ കൂടുതൽ പ്രത്യേകത കാണുന്നു. അതാണ് ഫലായിലുൽ അഅ്മാലിലെ ഹദീസ് ലഈഫാണെങ്കിലും പറ്റും എന്ന് മഹാന്മാര് വിശദീകരിച്ചൊരു ഉസൂല് കൂടി ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് നമ്മക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ്. പലപ്പോഴും ഇതിനൊക്കെ എതിർക്കുന്ന പുത്തൻവാദികൾക്ക് ഇത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാകാൻ പ്രയാസമുള്ളത് അവർ ഉസൂലൊന്നും പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിക്കാനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അവർക്കും സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യം ഖാദിമ മൈക്ക് എടുത്തിരുന്നു. പ്രശ്നം ഉണ്ടോ? ഞാൻ കട്ട് ചെയ്യാൻ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കേണ്ട സുഹൃത്തുക്കളെ, താത്തൂർ ഉസ്താദ് ഇങ്ങനെ ശബ്ദ വിഷയം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കട്ട് ചെയ്താണ്. കേൾക്കണമെങ്കിൽ ലെസ് അടിച്ചാൽ ഓക്കെ. ഉസ്താദ് സംശയം ഇതുമായി ബന്ധപ്പെട്ടല്ല, നോമ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും ചോദിക്കുന്നു. ഇപ്പോൾ ഒരാൾക്ക് റമദാൻ മാസത്തിന്റെ ഒരു നോമ്പ് ഖളാ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും അദ്ദേഹം ആ നോമ്പ് ഖളാ വീട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, അടുത്ത റമദാനിന്റെ ഇടയിൽ സാധിച്ചില്ല, അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു. അദ്ദേഹം റമദാന്റെ ശേഷം വീണ്ടും ഒരു സുന്നത്ത് നോമ്പ് എടുക്കുമ്പോൾ ആ നോമ്പ് ഖളാ വീട്ടുകയും ആ ഖളാവിനോട് കൂടി ഒരു മുദ്ദ കൊടുക്കണമല്ലോ. ഈ മുദ്ദ് ആ നാട്ടിലെ ഭക്ഷണമായിരിക്കും എന്നുണ്ട്. അപ്പൊ അദ്ദേഹം ജോലി ചെയ്യുന്ന ഇപ്പൊ നാട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവിടെയാണോ ഗൾഫിലാണോ അദ്ദേഹം ജോലി ചെയ്യുന്നത്? ഈ ഗൾഫിലെ മുദ്ദാണോ കൊടുക്കേണ്ടത്, ഗൾഫിലെ ഭക്ഷണമാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ മുദ്ദ് നാട്ടിൽ കൊടുത്താൽ വീടുമോ എന്നൊരു സംശയം ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു. ദുആ ചെയ്തോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾ കേട്ടില്ല എന്നാണ് തോന്നുന്നത്. പരമാവധി ക്ലാസ് കഴിഞ്ഞാലുള്ള ചോദ്യം ആ വിഷയത്തെ ആസ്പദമാക്കി മാത്രം ഒതുക്കുക. അതാണ് ഏറ്റവും നല്ലത്. അത് മറ്റു പല വിഷയങ്ങളിലും ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ ഉണ്ടാവും. അത്തരം ചോദ്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വാട്സപ്പിലൂടെ ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മെയിലിലൂടെ ചോദിച്ചുകൊണ്ട് അതിന് മറുപടി പറയാനുള്ള ഒരു സംവിധാനം മീഡിയ മിഷനിൽ വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ ഏറ്റവും നല്ലത് ഇതാണ്. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം എന്താക്കുക, ചോദിക്കുക. ഒരു റമദാൻ മാസത്തില് ഒരു നോമ്പ് പിന്നെ ഖളാ ആയി, അടുത്ത റമദാൻ വരെ പിന്നെ ആ നോമ്പ് ഖളാ വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ അതിന് ഫിദിയ കൊടുക്കൊന്നും വേണ്ട. മനസ്സിലായോ? സാധിച്ചിട്ടും നോമ്പ് ഖളാ വീട്ടിയിട്ടില്ലെങ്കിൽ ആ ഫിദിയ വരുള്ളൂ. ഒരു നോമ്പ് ഒരു റമദാൻ മാസത്തിൽ എന്തായി, ഒരു നോമ്പ് ഖളാ ആയി, ആ നോമ്പ് അടുത്ത റമദാൻ നോമ്പ് വീട്ടാൻ സാധിച്ചു, അതിനുള്ള അവസരം കിട്ടി, എന്നിട്ടും വീട്ടിയില്ല. അതേ സമയത്ത് ഒരാൾ രോഗിയായിരുന്നതുകൊണ്ട് ഈ റമദാനിലെ നോമ്പ് ഖളാ ആയി, അടുത്ത റമദാൻ വരെ അയാൾ രോഗി തന്നെയാണ്. അപ്പൊ ഖളാ വീട്ടാൻ അവസരം കിട്ടിയില്ല. എന്നാലും എന്താക്കണ്ട, മുദ്ദ കൊടുക്കേണ്ട, ഖളാ മാത്രം ചെയ്താൽ മതി, നോമ്പ് മാത്രം ഖളാ വീട്ടിയാൽ മതി. അങ്ങനെ അവസരം കിട്ടിയിട്ടും ഖളാ വീട്ടാത്ത ആൾക്ക് മാത്രമാണ് മുദ്ദ് ബാധകമാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോ മുദ്ദ് പിന്നെ ആ ബാധകമായ മുദ്ദ് എന്താക്കാം,
അത് നൽകുമ്പോ പിന്നെ ഏത് നാട്ടിലാണ് അത് കൊടുക്കേണ്ടത് എന്നാണല്ലോ ഇപ്പൊ ചോദിച്ചിട്ടുള്ളേ. ഏത് നാട്ടിലാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ച് അതെ ആ വ്യക്തി ഏത് നാട്ടിലാണുള്ളത് വെച്ചാൽ അവിടെയാണ് അത് കൊടുക്കേണ്ടത്. അയാൾ ഏത് നാട്ടിലാണുള്ളത് ആ നാട്ടിലാണ് ആ മുത്ത് കൊടുക്കേണ്ടത്. ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പോ കാര്യമായ ചോദ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോ നാളെ മുതൽ നാളെ മുതൽ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ ക്ലാസ് കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആ ബഹുമാനപ്പെട്ട സയ്യിദ് ഉസ്താദ് വന്നിട്ട് ഇല്ല, അതുകൊണ്ട് ഉസ്താദിന്റെ ക്ലാസ് ഇന്ന് ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത്. അതേ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് റൂമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ SSFന്റെ മുഖപത്രമായ റിസാല. നമ്മളെല്ലാവരും അതിന്റെ വരിക്കാരാണ്, അത് വായിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ വരിക്കാരാണ്, പക്ഷെ വായിക്കാൻ സമയം കിട്ടാത്തവരുണ്ടാവും. അതുപോലെ തന്നെ അത് പിന്നെ വരിക്കാരല്ലാത്തവരും വായിക്കുന്നവരുണ്ടാകും. എന്നാൽ വായിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് റിസാല വായിക്കാത്ത കുറെ ആൾക്കാർ റിസാലയിലുള്ളത് എന്താണെന്ന് അവർക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു സംവിധാനം. അതെന്താ? ആ റിസാല വായിക്കുക. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സന്ദേശമാകുന്ന റിസാല എന്തൊക്കെ വായിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മീഡിയ മിഷൻ ക്ലാസ് റൂമിലൂടെ അതിന്റെ ഓരോ ചാപ്റ്റർ ഓരോ ദിവസം വായിച്ചുകൊണ്ട് അത് കേൾപ്പിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ പിന്നെ ക്ലാസ് റൂമിൽ ഇപ്പോൾ നടക്കും. മിക്കവാറും അത് തഫ്സീറിന്റെ ശേഷമാണ് ഉണ്ടാകുക. അതിന്റെ ആള് റെഡിയല്ലേ? റിസാല വായിക്കാനുള്ള ആള് ഓക്കെ, ജാറങ്ങണ്ടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ റിസാല വായന ഇപ്പോൾ ഉണ്ടാവും. അതിന്റെ ശേഷം നമ്മുടെ സാധാരണ ലൈവിന്റെ സമയത്ത് 8 മണിക്ക് ആക്കോടൊന്നും ബഹുമാനപ്പെട്ട ഷാഫി സക്കാഫി ഉസ്താദിന്റെ നിസ്കാരം എന്ന വിഷയത്തിലുള്ള പ്രസംഗവും ഉണ്ടാവും. എല്ലാ പരിപാടികളും വളരെ സജീവമായി പങ്കെടുത്ത് എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിന്റെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ സേവകന്മാർക്കും 2 ലോകത്തും ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ തൽക്കാലം മൈക്കൽ ചെയ്യുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.